ക്ലാസ്സിൽ ടീച്ചർ എടുത്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്. എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ഒരു ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്നത്? എന്താണ്? പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ കുറെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ്, ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, എന്തിനാണ് അങ്ങനെ പ്രൊഡക്ഷൻ നടത്തുന്നത്? ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, എന്തിനാണ്? വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ്, അവിടെ ഒരു സെയിൽ നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പ്രൊക്യൂർമെന്റ് നടക്കുന്നുണ്ട്, അവിടെ ഒരു സെയിൽസ് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ഷനും പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുന്ന ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണ് എന്താന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു, നിങ്ങളിപ്പോ പറഞ്ഞു ബിസിനസ്സിനുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതേപോലെ അവിടെ ഒരു സെയിൽസ് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ആക്ടിവിറ്റീസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഒരു പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? സെയിൽസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്തോടെ. ഓക്കെ, അപ്പൊ സെയിൽസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ ജനറലി പറയുവാണെങ്കിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്താ ചെയ്യണത്? പ്രൊഡക്ഷൻ നടത്തുക, പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നടത്തുക. അതാണ് ഇൻഡസ്ട്രി ചെയ്യണത്. പിന്നെ എന്താണ്? കൊമേഴ്സ്. കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് നടത്തുക, അവിടെ ഒരു ട്രേഡിനെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ആയിരിക്കും ഒരു കൊമേഴ്സിൽ ഉണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെയാണ് ബിസിനസ് ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യണത്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ടീച്ചർ ഇപ്പൊ ഇനി ഒരു ചാർട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് ബിസിനസ് ആക്ടിവിറ്റീസുകളെ ക്ലാസിഫൈ ചെയ്യുക എന്ന് ആ ചാർട്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ചാർട്ട് കാണാനുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ എന്താണ്, നമ്മൾ അതില് ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇനി ഇൻഡസ്ട്രിയിലേക്ക് നോക്കിയേ. ഇൻഡസ്ട്രീസിനെ നമ്മൾ മൂന്നായിട്ടല്ലേ ക്ലാസിഫൈ ചെയ്തേക്കണേ? ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഓക്കെ, ഇനി കൊമേഴ്സിനെ നമ്മൾ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തേക്കണേ? ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എല്ലാവർക്കും എന്തൊക്കെയാണ് ബിസിനസ് ആക്ടിവിറ്റി, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാന്ന് മനസ്സിലായോ? ഓക്കെ, എന്തൊക്കെയാണ് ഇൻഡസ്ട്രീസിനെ നമ്മൾ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തേക്കണേ? പറയൂ. എങ്ങനെയാണ്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. കൊമേഴ്സിനെ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തേക്കണേ? എങ്ങനെയാണ്? ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ഓക്കെ, അപ്പൊ ടീച്ചർ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനെ രണ്ട് ഗ്രൂപ്പ് ആക്കി തിരിക്കുവാണ്. എന്നിട്ട് ടീച്ചർ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പുകാർക്കും ഓരോ ടാസ്ക് കാർഡ് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടാസ്ക് കാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു ക്വസ്റ്റ്യൻ, കുറെ ഹിൻസുകളൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട്. അതില് ആ ഹിന്റുകൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ ടോപ്പിക് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റെഡി ആണോ? നല്ല എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റി ആണ്. നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ? ഓക്കെ, അപ്പോ ടീച്ചർ ഇപ്പൊ ടാസ്ക് കാർഡ് തരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ആക്ടിവിറ്റി ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആ ആക്ടിവിറ്റി, അതിന്റെ റിസൾട്ട് എന്താ എന്ന് ടീച്ചർ ഇപ്പൊ PPT കാണിച്ചു തരാം. ആ PPT വഴി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ റിസൾട്ട് എന്താ നോക്കി നോക്കാം. ഗ്രൂപ്പ് 1 കൊടുത്തിട്ടുള്ള ഹിൻസുകൾ ഏതൊക്കെയാ നോക്കാം. ഇൻഡസ്ട്രി എൻഗേജ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓർ ഡ്രോയിങ് ഔട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഫാമിംഗ് ആൻഡ് മൈനിങ്. ഓപ്ഷൻ എ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ബി ജനറ്റിക് ഇൻഡസ്ട്രി. ഗ്രൂപ്പ് 1ൻ്റെ ആൻസർ നോക്കി നോക്കാം. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി കറക്റ്റാണ്. അതായത് ഏതൊരു ഇൻഡസ്ട്രി ആണോ എക്സ്ട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, മൈനിങ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഒരു എക്സ്ട്രാക്ഷൻ ചെയ്യണ ഏതൊരു ഇൻഡസ്ട്രി ആവട്ടെ, അത്തരം ഇൻഡസ്ട്രികളെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നാണ് പറയണത്. ഓക്കെ, ഗ്രൂപ്പ് 2ൻ്റെ ആൻസർ നോക്കി നോക്കാം.
ഹിൻസ് നോക്കിയേ. ദർ ആർ സർട്ടൈൻ ഇൻഡസ്ട്രി വിച്ച് എൻഗേജ്ഡ് ഇൻ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഫോർ ദെയർ യൂസ് ഇൻ ഫർദർ റീപ്രൊഡക്ഷൻ. അതായത് ഫർദർ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻഡസ്ട്രി എൻഗേജ് ചെയ്യുകയാണെങ്കിൽ, അത്തരം ആക്ടിവിറ്റികളിൽ ഒരു ഇൻഡസ്ട്രി എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഇൻഡസ്ട്രീനെ എന്തെന്ന് പറയും? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി അല്ല നമുക്കറിയാം. അപ്പോൾ എന്താണ്? ജെനറ്റിക് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ആൻസറും കറക്റ്റാണ്. ജെനറ്റിക് ഇൻഡസ്ട്രി തന്നെയാണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ പ്രൈമറി ഇൻഡസ്ട്രീനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, അത് നാച്ചുറൽ റിസോഴ്സസിനെ ആയിരിക്കും ഡീൽ ചെയ്യണത്. അപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, പ്രൈമറി ഇൻഡസ്ട്രിയുടെ ഉള്ളിലുള്ള എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ജെനറ്റിക് ഇൻഡസ്ട്രിയും എന്തായിരിക്കും? നാച്ചുറൽ ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ജെനറ്റിക് ഇൻഡസ്ട്രി ആണെങ്കിൽ എന്താണ്? ജെനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറ, അങ്ങനെ രീതിയിൽ. അപ്പോൾ ഈ മത്സ്യങ്ങളെ വിരിയിക്കുക, കന്നുകാലിയുടെ പ്രജനനം നടത്തുക, കോഴി ഫാം, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ആയിരിക്കും ജെനറ്റിക് ഇൻഡസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ നോക്കിയേ: കാറ്റൽ ബ്രീഡിംഗ്, ഫാമിംഗ്, പൊല്യൂട്രി ഫാം ആൻഡ് ഫിഷ് ഹാച്ചറിങ്. ഓക്കെ, അതൊക്കെയാണ് ജെനറ്റിക് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണെങ്കിൽ എന്താണ്? എക്സ്ട്രാക്ട് ഓർ ഡ്രോ പ്രൊഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് പ്രൊഡക്റ്റുകളെ എക്സ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തായിരിക്കും? ഡ്രോ പ്രൊഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. അതായിരിക്കും എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഡീൽ ചെയ്യുന്ന കാര്യം. അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫാമിംഗ്, മൈനിങ്, ഹണ്ടിങ്, ഫിഷിംഗ്, അതൊക്കെ അതിനൊരു ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിളായിരിക്കും. ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി സപ്ലൈസ് സം ബേസിക് റോ മെറ്റീരിയൽ ദാറ്റ് മോസ്റ്റ്ലി പ്രൊഡക്റ്റ് ഓഫ് ജോഗ്രഫിക്കൽ ഓർ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതായത് ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി നാച്ചുറൽ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണത്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഇൻഡസ്ട്രി യൂഷ്വലി ട്രാൻസ്ഫോം ഇൻ ടു മെനി അതർ യൂസ്ഫുൾ ഗുഡ്സ് ബൈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അതായത് എന്താണ്? ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി വഴി നമുക്ക് കിട്ടുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കില്ലേ? ആ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും? അത് യൂസ്ഫുൾ ഗുഡ്സ് ആക്കി മാറ്റണത് എങ്ങനെയാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലായില്ലേ? ഫാമിംഗ്, മൈനിങ്, ഹണ്ടിങ്, ഫിഷിംഗ് ഒക്കെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിക്കുള്ള എക്സാമ്പിൾ എന്ന് പറയണമെങ്കിൽ. ജെനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ജെനറ്റിക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എക്സ്ട്രാക്ഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടും കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീനെ നമ്മളെങ്ങനെയാണ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: ജെനറ്റിക് ഇൻഡസ്ട്രി ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി, എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, എന്താണ് ജെനറ്റിക് ഇൻഡസ്ട്രി എന്ന് മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ചെയ്യാം. ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസ്. റെഡി ആണല്ലോ? അപ്പൊ ടീച്ചർ ഇപ്പോൾ ഒരു PPT ഷെയർ ചെയ്യാം. ആ PPTയിൽ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആൻസർ പറയുന്നതിനനുസരിച്ച് ടീച്ചർ അതിൽ ടിക്ക് ചെയ്യും. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ടീച്ചർ PPT കാണിച്ചു തരാം. എല്ലാവരും PPT നോക്കൂ. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഫോമിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് റിഫേഴ്സ് ടു ഇക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ആർ കൺസേൺ വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. അതെന്താണ്? ഇൻഡസ്ട്രി ആണോ കൊമേഴ്സ് ആണോ അതിൻ്റെ ആൻസർ? ഇൻഡസ്ട്രി. വെരി ഗുഡ്. അതായത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മൾ ബിസിനസ്സിനെ എങ്ങനെയാണ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. എന്താണ്? കൊമേഴ്സിനായിട്ടും ഇൻഡസ്ട്രി ആയിട്ടും. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിലൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് വിച്ച് കണക്ട് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. അവിടെ എന്ത് ചെയ്യാണ്? റിസോഴ്സസുകളെ യൂസ്ഫുൾ ഗുഡ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ്? ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ തന്നെ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോയിൽ കണ്ടു. എന്താണ്? ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോയിൽ കണ്ടില്ലേ? എന്താണ്? അലോവേര ജെല്ലുണ്ടാക്കണത്, എന്നിട്ട് അതിൻ്റെ കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കണത്. അവിടെ എന്താണ്? ഈ അലോവേരയായിട്ട് കുറേ മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനിങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്തായിട്ടാണ് ക്രീമുകളായിട്ടും
ഫേസ് വാഷുകളാക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താക്കും, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ അതിനെ മാറ്റുന്നു. അത്തരത്തിലുള്ള ആക്ടിവിറ്റി ആയിരിക്കും ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഡാഷ് റെഫേഴ്സ് ടു എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ആർ കൺസേൺ വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആൻസർ ഇൻഡസ്ട്രി ആണ്. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓഡ് 1 ഔട്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ട്രേഡ്. ഏതാണ്? ട്രേഡ്. അതായത് ഇൻഡസ്ട്രീനെയാണ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി എന്ന് പറയുന്നത്. ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ കൊമേഴ്സിൻ്റെ കീഴിലല്ലേ കണ്ടത്. അപ്പോൾ കൊമേഴ്സിൻ്റെ ഒരു കാറ്റഗറിയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് റിഫേഴ്സ് ഡാഷ് എൻഗേജ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓർ ഡ്രോയിങ് ഔട്ട് ഓഫ് പ്രൊഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യണ ഇൻഡസ്ട്രികളെ എന്ത് പേരാണ് പറയുന്നത്? എക്സ്ട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. വെരി ഗുഡ്. അത് ഏതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കേട്ടോ നമ്മൾ പഠിച്ചത്? പ്രൈമറി ഇൻഡസ്ട്രിയുടെ. പ്രൈമറി ഇൻഡസ്ട്രീനെ നമ്മൾ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. ഓക്കെ. പ്ലാന്റ് നഴ്സറി ഈസ് എക്സാമ്പിൾ ഓഫ് ഡാഷ് ഇൻഡസ്ട്രി. എന്താണ്? ജെനറ്റിക് നഴ്സറി. പ്ലാന്റ്സ് നഴ്സറിയിൽ എന്താണ് ചെയ്യണത് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ ഒരു ജെനറ്റിക് എക്സ്ട്രാക്ഷൻ ആണോ അവിടെ നടക്കുന്നത്? അല്ല, അവിടെ ഒരു ജെനറ്റിക് ഇൻഡസ്ട്രി ആണ് നടക്കുന്നത്. ജെനറ്റിക് ആയിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? അവിടുത്തെ ഒരു ജെനറ്റിക് ഇൻഡസ്ട്രി ആണ്. ഓക്കെ. ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൈമറി ഇൻഡസ്ട്രി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ആൻഡ് ഡാഷ് ഇൻഡസ്ട്രി. എന്താണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയില്ലേ? പ്രൈമറി ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് ആദ്യം നമ്മൾ ബിസിനസ്സിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതിൽ ഇൻഡസ്ട്രിയുടെ അടുത്ത് അതിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്നാണ് പഠിച്ചത്? പ്രൈമറി ഇൻഡസ്ട്രീനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. ഓക്കെ. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് തന്നേക്കുന്നത്. അപ്പൊ ടീച്ചർ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് തരാം. ചെറിയൊരു ഹോംവർക്ക് ആണ്. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ പഠിച്ചില്ലേ കുറെ ബിസിനസ് ആക്ടിവിറ്റീസുകൾ. ആ ബിസിനസ് ആക്ടിവിറ്റീസുകൾ ഒരു ചാർട്ടിൽ എഴുതിയിട്ട് കൊണ്ടുവരണം. ഇനി ചാർട്ട് ഇല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി കൊടുത്താലും മതി. ഓക്കെ. അപ്പൊ എല്ലാവരും നാളെ വരുമ്പോൾ ഒരു ചാർട്ടില് ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആ ഒരു ഡയഗ്രാം വരച്ചിട്ട് കൊണ്ടുവരണം. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.